പ്ലാസ്റ്റിക്കിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പ്ലാസ്റ്റിക്കിൽ നിന്ന് നമുക്ക് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പാട്ടയാണ് വേണ്ടത്. ഇത് സാധാരണയായിട്ട് എണ്ണപ്പാട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാരണ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ, പിന്നെ പ്ലാസ്റ്റിക് കിറ്റുകളൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇത് സാവധാനം നമ്മൾ ആ പാട്ടയുടെ അകത്തേക്ക് നിറയ്ക്കണം. നമുക്ക് എത്രത്തോളം പ്ലാസ്റ്റിക്കുകൾ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് ഇതിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ സാവധാനം നമ്മൾ നല്ല രീതിയിൽ അതിൻ്റെ ഉള്ളിലേക്ക് നിറയ്ക്കണം. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിറച്ച ശേഷം നമുക്കിത് ഒരു പ്ലാസ്റ്റിക് പൈപ്പും ഒരു അലുമിനിയം പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഈ ഹോളിലേക്ക് ഞാനിത് കണക്ട് ചെയ്തു. ഇതിൽ കൂടെയാണ് നമുക്ക് ഇന്ധനം കിട്ടുന്നത്. അപ്പോൾ ഞാനിത് വായു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ MC വെച്ച് അടയ്ക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ MC കുഴയ്ക്കണം, എന്നാലത് അവിടെ ഒട്ടിപ്പിടിക്കുള്ളൂ. അതിനുശേഷം ഞാനിവിടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെള്ളത്തിലേക്ക് ഞാൻ ഇതിറക്കി വയ്ക്കുന്നുണ്ട്. എന്തിനാണ് വെള്ളത്തേക്ക് ഇറക്കി വെക്കണമെന്ന് വെച്ചാൽ, വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവല്ലേ പെട്രോളിന്. അപ്പോൾ പെട്രോള് മുകളിലേക്ക് അടിയും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല രീതിയിൽ ഇത് കത്തിക്കണം. എത്രത്തോളം നല്ല രീതിയിൽ കത്തിക്കുന്നോ അത്രത്തോളം നമുക്ക് പെട്രോൾ കിട്ടും. അപ്പോൾ കാണാൻ പറ്റുന്നില്ലേ അവിടെ ഒരു ബ്രൗൺ കളറിലുള്ളത്? അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇന്ധനം. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരാം ഞാൻ. കണ്ടില്ലേ, ഇതാണ് ആ സാധനം. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള പെട്രോള്. ഇത് നമുക്ക് കത്തിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആദ്യം ഒരു കത്തിയാണ് എടുത്തത്. കത്തി മുക്കി അതിൽ എന്നിട്ട് ലൈറ്റർ വെച്ച് കത്തിക്കാം. കണ്ടില്ലേ കത്തണത്? ഞാൻ വിചാരിച്ചതിനേക്കാൾ നല്ല റിസൾട്ടാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. പൈറോളിസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് കിട്ടുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ വെച്ച് കത്തിച്ചുള്ളൂ, അപ്പോഴേക്കും അത് ആളി കത്തി. കണ്ടില്ലേ? ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഓർഗാനിക് വസ്തുക്കളായ പ്ലാസ്റ്റിക്കിനെ ഓക്സിജൻ്റെ അഭാവത്തിൽ ഉയർന്ന താപനിലയിൽ ചൂടാക്കുന്നു. ഇത് അനേകം കാർബൺ ശൃംഖലകളുള്ള പ്ലാസ്റ്റിക് തന്മാത്രകളെ ചെറിയ ഹൈഡ്രോ കാർബണാക്കി മാറ്റുന്നു. ഹൈഡ്രോ കാർബണുകളാണ് പിന്നീട് നിങ്ങൾ ഈ കണ്ട ഈ സംഭവം പ്ലാസ്റ്റിക്കിൽ നിന്ന് പെട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. താങ്ക് യു ബ്രദേഴ്സ്.